ഓരോ നഫസിനും എത്രയാണോ കഴിയുന്നത് അത്രയേ അതിനോട് തക്ലീഫുള്ളൂ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ആഹ, ഒരു നഫസിനോടും അതിന് കഴിഞ്ഞതല്ലാതെ കൽപ്പിക്കുന്നില്ല. ശാരീരികമായി വളരും തോറും ഉത്തരവാദിത്തങ്ങൾ വരുന്നത് പോലെ ആത്മീയമായി വളരുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ വരുന്നു. ആ ഉത്തരവാദിത്തമാണ് അവരെ വിവിധ പേരുകളിലായി അറിയപ്പെടുന്നത്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ അബ്ദാലുകളുണ്ട്, നുഖബാക്കളുണ്ട്, നുജബാക്കളുണ്ട്, അതേപോലെ ഗൗസുകൾ, കുതുബുകൾ, ഇമാം, ഫർദ്, ഇങ്ങനെല്ലാം പറഞ്ഞ് വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ വളർച്ചക്കനുസരിച്ച് അള്ളാഹു ഏൽപ്പിക്കുന്ന ദൗത്യം, ആ ദൗത്യത്തിനനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ അവരറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണം. അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമ, മുത്തുമൈന, റാദിയ, മർദിയ എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. ശാരീരികമായി വളരുമ്പോൾ ഒരു കുട്ടിക്കുള്ള കഴിവല്ലല്ലോ ശാരീരികമായി വളർന്ന ഒരാൾക്ക് ഉണ്ടാവുക. ചെറിയ കുട്ടിയുടെ ആവശ്യങ്ങളല്ലല്ലോ വളരുന്നതിനനുസരിച്ച് നമുക്കുണ്ടാവുക. ചെറിയ കുട്ടിയുടെ കഴിവും എല്ലാ കാര്യങ്ങളും വളരുന്നതിനനുസരിച്ച് വ്യത്യാസം വരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ വിഷയവും. ആത്മാവ് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ അറിവുകൾ മാറുന്നു, അതിൻ്റെ ആവശ്യങ്ങൾ മാറുന്നു, അതിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു, അതിൻ്റെ ശക്തിയും മാറുന്നു. ശക്തി കൂടി കൂടി വരികയാണ്. നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ കഴിയുന്നത് ആ കഴിയുന്നത് പോലെയാണ് നമ്മൾ ഓരോ ഇബാദത്തും ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് വജ്ജഹത്ത് ഓതുന്നു, വജ്ജഹത്ത് വജിഹല്ലദീ ഫത്രസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് പല അനാവശ്യമായ ചിന്തകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ രൂപങ്ങളോ ഇങ്ങനെ പലതും ഹൃദയത്തിൽ കടന്നു വരുന്നു. നിസ്കാരത്തിൽ പാടില്ലാത്ത ചിന്തകൾ പലതും കടന്നു വരുന്നു. എന്നാലും ഈ ചിന്തകളൊക്കെ ഉണ്ടായിരിക്കെ നമ്മൾ നിസ്കരിക്കുന്നു. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി നല്ല രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ന്യൂനതകളുണ്ടല്ലോ, അവിടെ ഉണ്ടാകുന്ന ന്യൂനതകളെ അള്ളാഹു പുറത്ത് നൽകിക്കൊണ്ട് നമ്മളിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കുന്നു.